ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജിറോണയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ബെല്ലിംഗ്ഹാം, ഗൂലർ, കിലിയൻ എംബപ്പെ എന്നിവരാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 36-ാമത്തെ മിനിറ്റിലാണ് ബെല്ലിംഗ്ഹാമിന്റെ ഒരു ഗോൾ പിറന്നത്. ഒരു കിടിലൻ ഷോട്ടിലൂടെയാണ് അദ്ദേഹം ഗോൾ നേടിയിട്ടുള്ളത്. പിന്നീട് 55-ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന്റെ അസിസ്റ്റിൽ നിന്ന് ഗൂലറിന്റെ ഗോൾ പിറക്കുകയായിരുന്നു. പിന്നീട് 62-ാമത്തെ മിനിറ്റിലാണ് കിലിയൻ എംബപ്പയുടെ ഒരു ഗോൾ വരുന്നത്. മോഡ്രിച്ചിന്റെ മനോഹരമായ ഒരു പാസിൽ നിന്നാണ് കിലിയൻ എംബപ്പെ ഈ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. മികച്ച ഒരു ഫിനിഷിംഗ് തന്നെയായിരുന്നു. ഇങ്ങനെയാണ് എതിരില്ലാത്ത 3 ഗോളുകളുടെ വിജയം ജിറോണക്കെതിരെ ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പോയിന്റ് പട്ടികയിൽ നിലവിൽ റയൽ 2-ാം സ്ഥാനത്താണുള്ളത്. 16 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റാണ് അവർക്കുള്ളത്. ബാഴ്സ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്. 17 മത്സരങ്ങളിൽ നിന്ന് 38 പോയിന്റുമായി ബാഴ്സ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അതായത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരങ്ങൾ ഈക്വൽ ആവുകയും അവശേഷിക്കുന്ന മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്താൽ ബാഴ്സയെ ഈ ഒരു പോയിന്റ് പട്ടികയിൽ മറികടക്കാൻ റയലിന് കഴിയും എന്നുള്ളതാണ്. അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റൂബൻ അമോറിമിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെയും പരാജയപ്പെട്ടിട്ടുണ്ട്. 2-3 ഗോളുകൾക്കാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നോട്ടിംഗ്ഹാമിന് വേണ്ടി മിലിങ്കോവിച്ച്, അതുപോലെ തന്നെ ഗിബ്സ് വൈറ്റ്, ക്രിസ് വുഡ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോളുകൾ നേടിയത് ഹൊയ്ലുണ്ട്, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരാണ്. റൂബൻ അമോറിം വന്നിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ ഒരു മോശം പ്രകടനത്തിൽ നിന്നും കരകയറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും നിലവിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 13-ാം സ്ഥാനത്താണുള്ളത്. 15 മത്സരങ്ങളിൽ നിന്നും 19 പോയിന്റാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.